അച്ഛാ, എന്റെ ക്ലാസ്സിന്റെ സമയം ഒന്ന് വെച്ചിരി. മോക്കേതാ വിഷയം? മലയാളം. ദേവ് മോക്കോ? കണക്ക്. അയ്യോ, മലയാളം പഠിക്കാം കേട്ടോ. എന്നാ ഇത് പിടിക്ക്, നമുക്ക് മലയാളം പഠിക്കാം കേട്ടാ. 3ാം ക്ലാസ്. മക്കളെ, നിങ്ങൾക്കൊരു മലയാളം വാചകം അയച്ചിട്ടുണ്ട്. അതിൽ വിട്ട ഭാഗം പൂരിപ്പിച്ചിട്ട് ടീച്ചർക്ക് തിരിച്ചയക്കുക. അയക്കാം. ഇതേതാ ടീച്ചർ? ഇത് വീണ ടീച്ചർ. എവിടെ വീണ ടീച്ചർ? അച്ഛാ, എവിടെയും വീണതല്ല, ടീച്ചറെ പേരാ. അത് ശരി. നളിനിയുടെ ഡാഷ് ആണ് കുമാരന. ഇങ്ങനത്തെയൊക്കെ മക്കളെ പഠിപ്പിക്കണത്? എടോ ഷീബേ, കുട്ടിയൊക്കെയുള്ളൊരു ചോദ്യമാണ്. നളിനിയുടെ ഡാഷ് ആണ് കുമാരന. കുമാരനെയോ? അവളെ ഭർത്താവായിരിക്കോ? ഭർത്താവാണ് ഡാഷ് ഇടും. പിന്നെ അവളെ വെല്ലിച്ചന്റെ മോനായിരിക്കും. ആ പേരെന്നെ തെറ്റാ. കുമാരന എന്ന് പറഞ്ഞിട്ട് ഒരു പേരുണ്ടോ? ഒരു കാര്യം ചെയ്യാം, നമ്മളെ വിബീനെ വിളിച്ചോക്കോ, വില്ലേജിലല്ലേ. നിങ്ങൾ ആരെയാണെന്ന് വെച്ചാൽ വിളിച്ചോക്കി. അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു. ഓരോ വണ്ടി മതി അത് തന്നെ. ആടാ വിബ്യ, ചെറിയൊരു സംശയം ചോദിക്കാൻ വേണ്ടിട്ടേ. എടാ, നമ്മളെ പഞ്ചായത്തിലെ നളിനിയുടെ കുമാരൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നളിനി കുമാരൻ. അത് മക്കൾക്ക് ഒരു ചോദ്യം വന്നാ സ്കൂളിലെ. ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിലാക്കി കേട്ടോ. ആ ശരി. അല്ലടാ, ഈ ഇങ്ങനെ വളഞ്ഞു മൂക്കുടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തേ? നമ്മളെ തൊട്ടപ്പുറത്ത് തന്നെയല്ലേ നളിനി. ഓളത് അവിടുന്ന് തുണി അറിയിടുന്ന. ഓളോടാണ്ട് ചോദിച്ചാ പോരെ? നിങ്ങളെ കണ്ണിന്റെ തിമിരത്തിന്റെ ഓപ്പറേഷൻ ഒന്നും നടത്തണ്ട കേട്ടോ. നല്ല കാഴ്ചയാണല്ലോ. കൊടുത്തുയോ നാലിയച്ചേ? എന്തേടാ? അല്ലത് നിങ്ങൾ ആരേനി കുമാരനാ? ഇതിനെ പറ്റി എന്താടാ വിചാരിച്ചേ? ഇവിടെ നാട്ടിലെ ചില എംബോക്കളെ ഇനി കുമാരനെ പറ്റി പലതും പറയും. അത് കേട്ട് ഈ പറയാ? അത് എപ്പോഴും കാണുന്ന ഈ ഞാൻ അതൊന്നും അറിഞ്ഞില്ലല്ലോ നളിനിയച്ചേ.